ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ മഹാമായേ. മായേ പായെടുത്തുണ്ടോ? കൊണ്ടോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരിയമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് വലിയ ആശ്വാസായി. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇവിടെ, അല്ലേ മായേ? അതെ അതെ. പൂജാപാത്രങ്ങൾ കഴുകി തേച്ച് തിരികെ കൊണ്ടുവെക്കുന്നതിന്റെ ഇടയില് ഒരു വിളക്കിന്റെ തട്ട് താഴെ വീണു. എന്റെ കാലം മുറിഞ്ഞ ഈശ്വരിയമ്മേ. അന്നേരം മുതല് മനസ്സിനൊരാദിയാ. കുടുംബത്തിൽ ആർക്കോ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു സമാധാനവും കിട്ടുന്നില്ല. മനുഷ്യ ജീവിതമല്ലേ, നല്ലതും കെട്ടതുമായ കാര്യങ്ങൾ നടക്കും മകളെ. ഇവിടെ ഇന്നിപ്പോ ചില ആപത്തുകൾ ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാൻ പറയുകയാണ് എന്റെ വരവിന്റെ ഉദ്ദേശവും. എന്റെ കരുക്കൂത്തിയമ്മേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ആർക്ക് എന്ത് ആപത്താ വരാൻ പോകുന്നത്? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ചെയ്യാവുന്നതൊന്നേയുള്ളൂ, പ്രാർത്ഥന. ചില ദൈവനിശ്ചയങ്ങൾ തിരുത്താൻ നമുക്ക് കഴിയില്ല. തലയ്ക്ക് മുകളിൽ വെള്ളം കയറിയാൽ മുങ്ങിയാലേ പറ്റൂ. കൊടുങ്കാറ്റ് വരുമ്പോൾ പുൽക്കൊടികളെ പോലെ തല കുനിഞ്ഞു നിൽക്കുക. കാറ്റതിന്റെ സംഹാര താണ്ഡവം കഴിഞ്ഞ് മടങ്ങിപ്പോയിക്കോളും. മഹാമരങ്ങളെപ്പോലെ അഹങ്കാരം കാണിച്ച് തല നിവർത്തി എതിർക്കാൻ നിന്നാൽ ഒടിച്ചു വീഴ്ത്തി തകർത്തിട്ടേ കൊടുങ്കാറ്റ് പോകൂ. സോറി, സത്യം പറഞ്ഞ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്താ ഈശ്വരമ്മ പറഞ്ഞു വരുന്നത്? ആർക്ക് എവിടെ വെച്ച് എന്താപത്താ വരുന്നത്? അതൊന്ന് വ്യക്തമാക്കി പറയാൻ പറ്റോ? അല്ലാതെ ഇതൊരുമാതിരി നാടകത്തിലെ കടിച്ച പൊട്ടാത്ത ഭാഷയില്. നിർത്തടി. എനിക്ക് മനസ്സിലായി ഈശ്വരമ്മ പറഞ്ഞത്. നീ അകത്ത് പോയി ദക്ഷിണ കൊടുക്കാൻ കാശെടുത്തിട്ട് വാ. ചെല. അവള് പറഞ്ഞ വിവരക്കേടിന് ഈശ്വരമ്മ ക്ഷമിക്കണം. അവള് എന്റെ ചേച്ചിയുടെ മോളാ. നേഴ്സായിട്ട് ജോലി കിട്ടിയപ്പോ മോളുടെ കാര്യത്തിൽ ഇടയ്ക്ക് ചില വിഷമങ്ങൾ വരും. പക്ഷേ സരോജം വിഷമിക്കണ്ട. സാക്ഷാൽ ജഗദംബിക കൂടെ ഉണ്ടാകും. പ്രാർത്ഥന മുടക്കാൻ പാടില്ല, അത്ര തന്നെ. ഉള്ളിൽ സങ്കടമുള്ളവർ അസുഖം വന്ന മനുഷ്യരെ പോലെയാണ്, രോഗികളെ പോലെ. അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ. അത് എഴുതി കൊടുക്കുന്ന ഡോക്ടറെയും വിശ്വസിക്കണം. എന്നാലേ അസുഖം മാറൂ. നിനക്ക് സ്വയം രോഗം വരുമ്പോഴേ നീ അത് മനസ്സിലാക്കൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വയറ് നിറഞ്ഞല്ലോ, ഇനി എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ കരുക്കൂത്തിയമ്മേ, മോൾക്ക് ഒരാപത്തും വരാതിരുന്നാ മതിയായിരുന്നു.
രവി പ്ലീസ്, ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. നമ്മളിപ്പോ ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ വിവരം അറിയിക്കുന്നത് ശരിയല്ല, ശരിയാവില്ലത്. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഞാൻ നമ്മുടെ ആൾക്കാരെ ഫോൺ ചെയ്ത് അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആദ്യം അവരുടെ മറുപടി കിട്ടട്ടെ. അത് മാത്രമല്ല, അത് മാത്രമല്ല, നിനക്ക് വേറെന്തോ പറയാനുണ്ടല്ലോ. വേറെന്തോ അല്ല, നീ കണ്ട കാര്യം തന്നെ. നീ ശ്രദ്ധിച്ചില്ലേ CCTVയിൽ മാഡത്തിന്റെ ഭാവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? അന്ന് രഘുവിന്റെ ആനിവേഴ്സറിയുടെ അന്ന് രാത്രി നിനക്ക് ഓർമ്മ കാണും. അന്ന് മാഡത്തിനെ ഞാൻ വഴി വെച്ച് കണ്ടപ്പോഴും ഇതേ ഭാവമായിരുന്നു. നീയും അതേ രാത്രി നിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് കണ്ടതാണല്ലോ മാഡത്തിനെ. അപ്പൊ നിനക്ക് തോന്നിയില്ലേ ഏതോ ഒരു ശക്തി മാഡത്തിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന്? What do you mean? ശ്രീലക്ഷ്മിയുടെ ദേഹത്ത് പ്രേതാത്മാവ് കയറിയെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ ഭാവ പകർച്ചയുടെ മുന്നിൽ ആരും ഒന്ന് പകച്ചു നിന്ന് പോവുമെന്ന് ഉറപ്പാ. നീ ദൂരെ നിന്ന് കണ്ടപ്പോ തൊട്ടു മുന്നിൽ നേരിട്ട് കണ്ട ഒരാളാ ഞാൻ. ഇപ്പതാ CCTVയിലും കണ്ടു. ശരി, ആയിക്കോട്ടെ. നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിമ്പിൾ. മുമ്പ് ഇത്തരം ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായപ്പോ മാഡം പോയത് എങ്ങോട്ടാണ്? നേരെ നിന്റെ വീട്ടിലേക്ക്. ഇത്തവണ ഈ ഹോസ്പിറ്റൽ വിട്ട് ശ്രീലക്ഷ്മി മാഡം നേരെ പോയത് നിന്റെ വീട്ടിലേക്കാണെങ്കിലോ? നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം വീട് വരെ ഒന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് മതി ഇവിടെയുള്ള മാഡത്തിന്റെ അച്ഛനമ്മമാരെ ഇതൊക്കെ അറിയിക്കുന്നത്. പക്ഷേ GD ഉണ്ടായിരുന്നു അവളുടെ തൊട്ടു പിന്നിൽ. ഏത് GD? എന്ത് GD? ഇത്തരം ഒരു അതിമാനുഷിക ഭാവം വന്ന ഒരാൾ നിന്റെ ഈ കാറ് പോലും ഒരു കൈ കൊണ്ട് പൊക്കിയെടുത്തെറിയും. അറിയാമോ നിനക്ക്? നീ എന്താ ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറയണോ ഇപ്പോ? കഥയല്ല, കാര്യം. നമ്മൾ കണ്ട അവസ്ഥയിലുള്ള ശ്രീലക്ഷ്മി മാഡത്തിനെ GDക്ക് ഒന്നും ചെയ്യാനാവില്ല, അത് ഉറപ്പാ. നീ സമയം കളയതാ. നമുക്ക് ആദ്യം നിന്റെ വീട്ടിൽ പോയി നോക്കാം. അവിടെ കാണും ശ്രീലക്ഷ്മി മാഡം. വാ, വണ്ടി എടുക്ക്. കമോൺ. കൃഷ്ണേ, ഞാൻ കോളനിയിലേക്ക് വരുന്നില്ല. നേരെ നാട്ടിലേക്ക് പോയാലൊന്ന് ആലോചിക്കാം. അതെന്തിനാ നാട്ടിലേക്ക്? അല്ല, ഇതിപ്പോ സ്കൂട്ടർ സ്റ്റേഷനിലാണെന്ന് അറിയുമ്പോൾ അച്ഛൻ എന്നെ കൊല്ലും. പിന്നെ ശ്രീലക്ഷ്മിയും കണ്ടില്ലല്ലോ, അതാ മറ്റൊരു ടെൻഷൻ. സ്കൂട്ടർ നമുക്ക് എങ്ങനെയും എടുക്കാം. നമ്മൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇത്രയും പേടിക്കാൻ. എന്റെ പ്രശ്നം ശ്രീലക്ഷ്മിയാ. അവളെ എങ്ങനെയും വീട്ടിൽ തിരികെ എത്തി കാണണേന്ന് എന്റെ പ്രാർത്ഥന. നീ അതും ഇതും പറഞ്ഞ് ഇവിടെ നിന്ന് സമയം കളയാതെ വരാൻ നോക്ക്. നമുക്ക് ആദ്യം ശ്രീയുടെ വീട്ടിലെ പോയി നോക്കേണ്ടത്.
അവൾ എത്തിയൊന്ന് നോക്കാൻ. വേഗം വാ. ശ്ശേ, ഈ പെണ്ണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എടി മായേ, എടി മായേ, എന്താ കുഞ്ഞമ്മ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ എന്തു പറ്റി? എടി, മോളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലല്ലോ. ഇനിയിപ്പൊ എന്റെ ഫോണിന്റെ കുഴപ്പമാണോ എന്തോ? നീ നിന്റെ ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ചു നോക്കിക്കേ. അവൾ ചില ദിവസങ്ങളിൽ ലേറ്റായല്ലേ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതാ. കുഞ്ഞമ്മ വെറുതെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതല്ലടി, എനിക്ക് ആ വിളക്ക് കാലിൽ വീണ് ഈശ്വരിയമ്മ വന്നു പോയതിനു ശേഷം ഒരു മനസമാധാനവും ഇല്ല. അവള് വെറുതെ ഫോണിലൊന്ന് ഹലോ അമ്മ എന്നൊന്ന് പറഞ്ഞു കേട്ടാ മതിയായിരുന്നു. നീ ഒന്ന് ചെന്ന് വിളിക്കേ പ്ലീസ്. ഈ കുഞ്ഞമ്മയുടെ ഒരു കാര്യം. കിട്ടുന്നില്ല കുഞ്ഞമ്മേ. അവൾ എന്തോ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെന്ന് തോന്നുന്നു. അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട് അവിടെ നെറ്റ്വർക്കൊക്കെ. ശോ, ആന്റി, ആഹാ, ശ്രീ വന്നായിരുന്നു ഇവിടെ? ആ അവളുടെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊറേ നേരായിട്ട് ഫോൺ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല അവള്. കുഞ്ഞമ്മേ, നമുക്ക് ഇനി അവളൊന്ന് ഓഫീസിലേക്ക് വിളിച്ചു നോക്കിയാലോ? ആ മായിച്ചി, അതിന് ശ്രീ ഇന്ന് ഓഫീസിലേക്കല്ല പോയിരിക്കുന്നത്. ഓഫീസിലേക്കല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം ഇത്ര കൃത്യമായിട്ട്? അതെ ആന്റി, ശ്രീലക്ഷ്മിയുടെ ഓഫീസിലെ ഒരു റിസർച്ചിന്റെ ആവശ്യത്തിനായി ചെമ്പക നഗറിലുള്ള രാജനന്ദിനിയുടെ ഒരു പഴയ വെയർ ഹൗസ് ഉണ്ട്. ശ്രീലക്ഷ്മി അതന്വേഷിച്ച പോയിരിക്കുന്നേ. ചെമ്പക നഗറിലോ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് മായിച്ചി, ഞങ്ങൾ അവളുടെ കൂടെ പോയിരുന്നു. ഒരു സ്കൂട്ടറിലാ ഞങ്ങൾ 3 ആളും പോയത്. എന്നിട്ടിപ്പോ അവളെവിടെ? അതറിയില്ല മായിച്ചി, അതാ ഞങ്ങൾ അന്വേഷിച്ച് ഇവിടെ വന്നത്. എന്താ ദീപു, എന്താ കൃഷ്ണ ഈ പറയുന്നേ? നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? അതേ മായിച്ചി, ഞങ്ങൾ സ്കൂട്ടറിൽ ഒരുമിച്ചാ പോയത്. ട്രിപ്പിൾ അടിച്ച്, പക്ഷേ പോലീസ് പിടിച്ചു. പോലീസുകാരോട് ഞങ്ങൾ സംസാരിച്ചോണ്ട് നിന്നപ്പോ ശ്രീ എങ്ങോട്ടേക്കോ പോയി കളഞ്ഞു. പിന്നീട് ഞങ്ങൾ ആളിനെയും കണ്ടില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അയ്യോ, എന്റെ മോള്, അവൾക്ക് എന്തെങ്കിലും പറ്റിയോ അപ്പോ? അയ്യോ, എന്താപത്തിലാണ് എന്റെ കുഞ്ഞ് എന്ന് പെട്ടിരിക്കുന്നത്. കുഞ്ഞമ്മ വിഷമിക്കാതെ, ശ്രീകുട്ടിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്താ കൃഷ്ണ ഇതൊക്കെ? നിങ്ങൾ രണ്ടാളും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. കൂടെ ഒരാൾ വന്നിട്ട് ഇപ്പൊ കാണാനില്ലെന്ന് നാണമില്ലല്ലോ ഇതിവിടെ വന്ന് പറയാൻ. മായിച്ചി, ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, പല സ്ഥലത്തും കറങ്ങി. എന്നിട്ട് കാണാത്തത് കൊണ്ട് രവിവർമ്മ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ, സാർ അന്വേഷിച്ചോളാന്ന്. ശ്രീടച്ച, ഒരു കാര്യം അറിഞ്ഞോ നിങ്ങള്? നമ്മുടെ മോളെ കാണാനില്ലെന്ന്. എന്താടി നീ പറയണത്? മോളെ കാണാനില്ലെന്നോ? അതിനവള് ഓഫീസിൽ നിന്ന് വരാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. അവള് ഇന്ന് ഓഫീസിൽ പോയില്ല ശ്രീടച്ച. ഓഫീസിൽ എന്തോ കാര്യത്തിന് ഇവരെയും വിളിച്ചോണ്ട് ചെമ്പക പൂപ്പാറ പോയെന്ന്. ചെമ്പക പൂപ്പാറയെന്നോ? അതെന്ത് സാധനം? കേട്ടിട്ടൊരു സിനിമ പാട്ട് പോലെ ഉണ്ടല്ലോ. ചെമ്പക പൂപ്പാറയല്ല അങ്കിൾ, ചെമ്പക നഗർ. നേരത്തെ ഞങ്ങൾ അങ്കിളിനോട് സംശയം ചോദിച്ചിരുന്നു. അങ്കിളിന് ഓർമ്മ കാണും. മനസ്സിലായി. നമുക്ക് ഓഫീസിൽ വിളിച്ചു ചോദിക്കാം.
ഒരു മിനിറ്റ്. അവൾ ഓഫീസിൽ പോയില്ലെങ്കിൽ അവിടെ വിളിച്ചിട്ട് എന്താ കാര്യം മനുഷ്യ? നിങ്ങൾ എന്താ കാണിക്കാൻ പോന്നേ? എടി, ഓഫീസിന്റെ ആവശ്യത്തിനല്ലേ അവള് ചമ്പനഗറിൽ പോയത്. അവർക്കറിയാൻ പറ്റും എന്താ എവിടെ എങ്ങനെയാന്ന്. നീ വിഷമിക്കാതെ, ഞാനൊന്ന് ഓഫീസിൽ വിളിച്ചു നോക്കാം. ആ ഓഫീസിലെ പിയൂൺ നജീബിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ആ ഹലോ ഹലോ നജീബ്, ഇതാരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായോ? സുദർശൻ ചേട്ടനല്ലേ, ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഫാദർ? എൻ്റെ ചേട്ടന്റെ നമ്പറുണ്ട്. ആണോ? സന്തോഷം. അല്ലേ നജീബ്, മോളിന്ന് ഓഫീസിൽ വന്നില്ലെന്നറിയാം. നജീബിനറിയാമോ ചെമ്പക നഗറിലുള്ള കമ്പനിയുടെ വെയർ ഹൗസ് എവിടെയാണെന്ന്? അയ്യോ അറിയില്ല ഏട്ടാ, എവിടെയായി ചെമ്പക നഗർ? ഇവിടെയുള്ള ആരും അങ്ങനെ ഒരു പേര് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ആ ഫസ്റ്റ്. എന്നാ പിന്നെ സാരമില്ല നജീബ്, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചോളാം. ശരി, സോറി പറയാൻ പറ്റാത്തതിൽ. അതൊന്നും സാരമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി. ചെമ്പക നഗറോ? അപ്പൊ കമ്പനിയിൽ ആർക്കും അറിയാത്ത സ്ഥലത്താണോ ഇവളിറങ്ങി പുറപ്പെട്ടു പോയത്? നമസ്കാരം സാർ. താനാണോ വീട് തുറന്നത്? അതെ സാർ, ബാലമ്മ പറഞ്ഞു അമ്മയ്ക്കുള്ള മരുന്നെടുത്തോണ്ട് കൊടുക്കാൻ. താൻ വന്നിട്ട് എത്ര സമയമായി? 1 മണിക്കൂർ കഴിഞ്ഞു സാർ. അകത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. താൻ വന്നതിന് ശേഷം ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സാർ, ആരും വന്നില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ സെക്യൂരിറ്റി ഇല്ലായിരുന്നു ഇവിടെ. അയാൾക്ക് നല്ല സുഖമില്ല, വീട്ടിലേക്ക് പൊക്കോളം പറഞ്ഞു രവി സാറ്. ഇന്ന് രാത്രി പകരം വേറെ ആള് വരും. ശരി, താൻ പൊയ്ക്കോ. ശരി. രവി, ഇതിപ്പോ സംഗതി വളരെ കോംപ്ലിക്കേറ്റഡാ. ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ അറിയിക്കും മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിവരം പോലീസിൽ അറിയിക്കുക എന്നുള്ളതാ. പോലീസോ? അതെ, കാര്യം മറ്റൊന്നുമല്ല. ഇതൊരു പെൺകുട്ടിയല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിട്ട് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. നീ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനും ആ കുട്ടി അവിടുത്തെ സ്റ്റാഫുവാ. കുറെ എണ്ണം സോഷ്യൽ മീഡിയയിൽ നീ അവളെ പീഡിപ്പിച്ച് അറബിക്കടലിൽ കൊണ്ട് തള്ളി എന്നും പറഞ്ഞ് എടുത്ത് അലക്കി ഉടുക്കും. അതിനൊക്കെ ഇടവരുത്തണമെന്നൊന്ന് ആലോചിക്കും.